ഗുഡ് മോർണിംഗ്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ അൺഫിലിറ്റാണ്. തിരുവനന്തപുരത്ത് നിന്ന്, തൃശ്ശൂരിൽ നിന്ന് ഹരീഷാണ്, പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൻ ദേവ് ചേരുന്നുണ്ട്, പാലക്കാട് ആതിര, കോഴിക്കോട് നിന്ന് രാകേഷ് ഉണ്ട്, എം രാകേഷ് ഉണ്ട്, കാസർഗോഡ് നിന്ന് നമ്മുടെ അനൂപ് നീലേശ്വരം, കണ്ണൂരിൽ നിന്ന് ജോസഫ് ഉണ്ട്, ജിഷ്ണു ഡൽഹിയിലെ സമഗ്ര വിവരങ്ങൾ, ബംഗാൾ, അസം എന്നിവിടങ്ങളിലെ സമഗ്ര വിവരങ്ങൾ തന്നെ നൽകാനായി ജിഷ്ണു ചേരുന്നുണ്ട്. ഒപ്പം കൊല്ലം അങ്ങേറ്റം നിർണായകമായ മണ്ഡലം സുധീഷ് ചേരുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ സ്ട്രോങ് റൂം തുറക്കാനുള്ള ആ സജ്ജീകരണം, ആ ഒരു തയ്യാറെടുപ്പുകളിലേക്കൊക്കെ കടക്കുകയാണ്. ആദ്യം അൺഫിലിറ്റിലേക്ക് തന്നെയാണ്. അൺഫിലിറ്റ് കാത്തുകാത്തിരുന്ന ആ സമയം വന്നിരിക്കുന്നു. ഇന്ന് വിധി ദിനമാണ്. ഈ സ്ട്രോങ് റൂം തുറക്കുന്ന ഉടൻ തന്നെ ഒരു പക്ഷേ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു റഫായിട്ട് പറയുകയാണെങ്കിൽ ഒരു 50 മിനിറ്റിനകം തന്നെ നമുക്ക് ഈ വോട്ടുകളെല്ലാം എണ്ണി തുടങ്ങുന്ന, അല്ലെങ്കിൽ കേരള ജനതയുടെ വിധി എഴുത്തി തുടങ്ങി. എന്താണ് വിധി എന്ന് നമ്മൾ അറിഞ്ഞു തുടങ്ങും. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അൺഫിലിറ്റ് എന്താണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ എത്തി സ്ട്രോങ് റൂം തുറക്കാനുള്ള നടപടികളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞു? സ്വപ്ന, തീർച്ചയായും ഇനി ആകാംക്ഷയുടെ ആ നിമിഷങ്ങളിലൂടെയാണ് കേരള രാഷ്ട്രീയം കടന്നു പോകുന്നതിന് വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ്. 1 മണിക്കൂർ പോലും തികച്ചില്ല, വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണുള്ളത്. സ്ട്രോങ് റൂമുകളൊക്കെ തുറക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ആയി കഴിഞ്ഞിരിക്കുകയാണ്. 7 മണിയോടെ സ്ട്രോങ് റൂം തുറക്കുന്നു. അതിനുശേഷം തന്നെ കൃത്യമായി 8 മണിയാകുമ്പോൾ തന്നെ പോസ്റ്റൽ ബാലറ്റുകളൊക്കെ എണ്ണി തുടങ്ങും. 8:15 ആകുമ്പോൾ, ആദ്യ 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒരു ആദ്യ ഫലസൂചനകളൊക്കെ മനസ്സിലാകുമെന്നാണ് കരുതുന്നത്. കാരണം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുമ്പോൾ തന്നെ ഒരു ഫലസൂചനകളിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതിനുശേഷം 8:30 കൂടിയാണ് EVM എണ്ണി തുടങ്ങുക. മെഷീനുകൾ എണ്ണി തുടങ്ങുന്നത് 8:30-ക്കാണ്. ഈ പോസ്റ്റൽ ബാലറ്റുകൾ ഇല്ലാത്ത കേന്ദ്രങ്ങളിലൊക്കെ തന്നെ EVM ആദ്യമേ എണ്ണി തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത്. അതോടുകൂടി അത് 8:30 ആകുമ്പോൾ കൃത്യമായി കേരളത്തിൻ്റെ കാറ്റ് എങ്ങോട്ടാണോ എന്നത് 8:30 അറിയാൻ കഴിയുമെന്ന്, ആദ്യ ഫലസൂചനകളൊക്കെ അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ ഉറപ്പ് വളരെ കൃത്യതയോടെ, അധികം ധൃതി വേണ്ട, വളരെ സാവകാശത്തിൽ കൃത്യതയോടെ എണ്ണിയാൽ മതിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എല്ലാ ഓഫീസർമാർക്കും കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വളരെ സജ്ജമാണ് സംസ്ഥാനത്തെ വോട്ടിംഗ് കേന്ദ്രങ്ങളൊക്കെ തന്നെയും. സുരക്ഷാ ഉദ്യോഗസ്ഥരും ഓഫീസർമാരും ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ വളരെ കൃത്യവും ശാന്തവുമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് വോട്ടിംഗ് ആരംഭിക്കുന്നത്. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി നിൽക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് KPCC ഓഫീസിലാണ്. സ്വപ്ന, ഈ KPCC ആസ്ഥാനത്ത് മുന്നണികളൊക്കെ തന്നെ എക്സിറ്റ് പോളിന്റെ ത്രില്ലിൽ നിന്നൊക്കെ മാറി ഇനി ആ റിയാലിറ്റി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതിലേക്കുള്ള നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. KPCC ആസ്ഥാനത്ത് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുകയാണ്. ഭരണം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ വരുന്ന ഈ ജനവിധിയുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ്. ജനങ്ങൾ തങ്ങൾക്ക് നേരത്തെ തന്നെ ജനവിധി തന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സർക്കാർ രൂപീകരണത്തിനായി ഇവിടെ ഈ KPCC ഓഫീസിൽ പന്തലൊക്കെ കെട്ടി വലിയ ആഹ്ലാദത്തിലേക്ക് കടക്കുകയാണ്. ഇവർ പറയുന്നത് ഒരു 9-9:30 ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ കൃത്യമായ ട്രെൻഡും തരംഗവും അറിയാൻ കഴിയും. UDF തന്നെ സർക്കാർ രൂപീകരിക്കുമെന്നത് യാതൊരു തർക്കവുമില്ല. എക്സിറ്റ് പോൾ പറയുന്ന 85-നപ്പുറത്തേക്ക് 100 എന്നത് ഉറപ്പായും കിട്ടുമെന്ന പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. ഇവിടെ ഈ ഒരു 11 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ സദ്യ വിളമ്പാനും പായസം വിളമ്പാനും ലഡുവൊക്കെ വിതരണം ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ, ഒരു ഉത്സവ അന്തരീക്ഷമാണ് എല്ലാ അർത്ഥത്തിലും KPCC. അതിനപ്പുറത്തേക്ക് നേതാക്കളൊക്കെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി തലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഈ രമേശ് ചെന്നിത്തല എത്തുന്നു, VD സതീശൻ എത്തുന്നു, KC വേണുഗോപാൽ എത്തുന്നു. എല്ലാ നേതാക്കളും തലസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് സജ്ജമായിരിക്കുകയാണ്. ഓരോരുത്തരും അവരവരുടെ കേന്ദ്രങ്ങളിൽ കൃത്യമായിരുന്നു നിരീക്ഷിക്കുന്നു. ഒരു 9:30 ആകുമ്പോൾ എല്ലാ നേതാക്കളും KPCC ഓഫീസിലെത്തും. അവിടെ എത്തി അവർ ഒരുമിച്ചിരുന്നത് കാണുന്നു. അതിനുശേഷം ഒരു സംയുക്ത വാർത്താസമ്മേളനം, ഈ രീതിയിൽ എല്ലാം അവർ കൃത്യമായി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. മറുഭാഗത്ത് CPM AK സെന്ററിൽ വളരെ ശാന്തമായ അന്തരീക്ഷമാണ്. അപ്പോഴും വളരെ പക്വതയോടുകൂടിയാണ് അവർ ഇതിനോട് പ്രതികരിക്കുന്നത്. എല്ലാ എക്സിറ്റ് പോളുകളെയും തള്ളുന്നു. എക്സിറ്റ് പോളുകളുടെ ശരാശരി എടുക്കുമ്പോൾ 70-ൽ മുട്ടി നിൽക്കുന്നതുകൊണ്ട് ഉറപ്പായും അവരൊരു ഫിഗർ പറയുന്നുണ്ട്. 75 എന്ന നമ്പറിൽ എന്തായാലും 75 എന്ന രീതിയിൽ അതിലോട്ട് താഴുകയില്ല എന്ന കൃത്യമായ കണക്ക് പക്വതയോടുകൂടി. അതിനകത്ത് തർക്കങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു